ഹായ്, നമസ്കാരം. ഇന്നലെ നമ്മൾ ബോണക്കാട് നിന്നും നടന്ന് അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയത് വരെയാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അഗസ്ത്യർകൂടം ട്രക്കിങ്ങിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരുമലയിൽ നമുക്ക് താമസിക്കുന്നതിനായി ഇതുപോലെ വലിയ ക്യാമ്പിംഗ് ഷെഡുകളാണ് വനംവകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. 2 വലിയ ക്യാമ്പ് ഷെഡുകളുണ്ട്. ഒന്നിൻ്റെ പകുതി ഭാഗം സ്ത്രീകൾക്കായി വേർതിരിച്ചിട്ടുണ്ട്. ഷെഡിൻ്റെ ഉള്ളിൽ നിലത്ത് ബെഡ് വിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എത്തിയതിനാൽ അധിക ബെഡിലും ആളില്ല. നല്ല ഒരു സ്ഥലം നോക്കി പിടിച്ചു വെച്ചു. ഷെഡിന് പുറമെ നിന്നാൽ അഗസ്ത്യമല വ്യക്തമായി കാണാം. ഷെഡിന് പുറകിൽ തന്നെ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങളുമുണ്ട്. എത്തി ലഗേജ് എല്ലാം ഷെഡിൽ കൊണ്ടുവച്ച് ആദ്യം തന്നെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചു. കൂടെ രാത്രി ഭക്ഷണത്തിനുള്ള ടോക്കണും എടുത്തു വെച്ചു. 2024 ട്രക്കിംഗ് സമയത്ത് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ റേറ്റ് ഇങ്ങനെയാണ്. പാകം ചെയ്യാനുള്ളവയെല്ലാം താഴെ നിന്ന് തലച്ചുമടായി എത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും റേറ്റ്. ഇനിയൊരു കുളി. കുളിക്കുന്നത് നേരത്തെ കണ്ട ബാത്റൂമിലല്ല. ക്യാമ്പിന് താഴെയുള്ള പുൽമേട്ടിൽ നല്ലൊരു അരുവിയുണ്ട്. പുൽമേട്ടിൽ നിന്നും അഗസ്ത്യമലയുടെ ഒരു പനോരമിക് വ്യൂ കിട്ടും. അരുവിയിൽ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. കുറച്ചുനേരം ഇറങ്ങി നിന്നാൽ ശരീരം മരവിച്ചു പോകും. പക്ഷെ അതിൽ കുളിച്ച് കയറിയാൽ അതുവരെയുള്ള എല്ലാ ക്ഷീണവും ഒറ്റയടിക്ക് മാറും. കുളി കഴിഞ്ഞ് പുൽമേട്ടിലെ പാറപ്പുറത്ത് വന്നിരുന്ന് ഇരുട്ടും വരെ അഗസ്ത്യമലയിലേക്ക് നോക്കിയിരുന്നു. അതൊരു പ്രത്യേക ഫീലാണ്. അസ്തമയ സൂര്യൻ്റെ ചെങ്കിരണങ്ങളിൽ ചുവന്നു നിൽക്കുന്ന പാറയും അതിനു മുകളിൽ വീശിയടിക്കുന്ന മഞ്ഞും കണ്ട് വൈകുന്നേരം ഈ പാറപ്പുറത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി അത് ഇവിടെ വന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അഗസ്ത്യമലയിൽ അഗസ്ത്യമുനിയുടെ ഒരു രൂപം പാറപ്പുറത്ത് തെളിഞ്ഞു വരും. കാണുന്നുണ്ടോ? അങ്ങനെ പെട്ടെന്ന് കാണില്ല. കമണ്ഡലുമായി നിൽക്കുന്ന അഗസ്ത്യമുനിയുടെ രൂപം ആ പാറയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയൊന്ന് നോക്കൂ. ഇപ്പോൾ കാണുന്നില്ലേ ആ രൂപം? 2011 ഡോക്ടർ എസ് മഹേഷ് എന്നയാളാണ് ഇങ്ങനെയൊരു സംഗതി ആ പാറമുകളിൽ സങ്കല്പിച്ചെടുത്തത്. ഇരുൾ പരന്നതോടെ മലയാകെ മഞ്ഞു മൂടിത്തുടങ്ങി. ബോണക്കാട് നിന്നും എല്ലാവരും ക്യാമ്പിലെത്തിക്കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ മൊബൈൽ മൂല. എല്ലാ നെറ്റ്വർക്കിനും അത്യാവശ്യം ചെറിയൊരു കോൾ വിളിക്കാനുള്ള റേഞ്ച് ഇവിടുന്ന് ഒപ്പിച്ചെടുക്കാം. 7 മണിക്കാണ് രാത്രി ഭക്ഷണം ആരംഭിക്കുന്നത്. എല്ലാവരും പതുക്കെ ക്യാൻറ്റീനടുത്തേക്കാണ് നീങ്ങുന്നത്. രാത്രിയിൽ കഞ്ഞിയാണ്. തണുപ്പ് പിടിച്ച അന്തരീക്ഷത്തിൽ ഈ ചൂട് കഞ്ഞി ഇതുവരെ ലഭിച്ച ഏറ്റവും സ്വാദുള്ള ഭക്ഷണം ഇതാണെന്ന് തോന്നുന്നു. കഞ്ഞി, പയർ, പപ്പടം, അച്ചാർ, ചിലപ്പോൾ ഒരു മുളക് കൊണ്ടാട്ടവും കാണും. എത്ര വേണമെങ്കിലും തരും. കഞ്ഞി ഇഷ്ടമില്ലാത്തവരും ഇവിടെ എത്തിയാൽ 2-3 തവണ വാങ്ങി കുടിക്കുന്നത് കാണാം. ക്യാമ്പിലെ വെളിച്ചത്തിന് ഒരു ജനറേറ്ററുണ്ട്. ഇതൊരു 6 മണിക്ക് ഓണാക്കി കൃത്യം 9 മണിക്ക് ഓഫാക്കും. എല്ലാവരും കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞാനും. ഒരു പോയിന്റും കൂടി ആവുള്ളൂ. പിറ്റേന്ന് രാവിലെ തന്നെ എണീറ്റ് ട്രക്കിങ്ങിന് റെഡിയായി. കിഴക്ക് അഗസ്ത്യമലയ്ക്കപ്പുറം ഉദയസൂര്യൻ്റെ സ്വർണ്ണ കിരണങ്ങൾ ആകാശത്ത് കാണുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം പൂരിയും ഗ്രീൻ പീസ് കറിയുമാണ്. ക്യാൻറ്റീനിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നതെങ്കിലും ഇതുപോലെ പൊതിഞ്ഞാണ് തരിക. കൃത്യം 7 മണിക്ക് ക്യാമ്പിന് പുറത്തേക്കുള്ള ഗേറ്റ് തുറന്നു. താഴെ അതിരുമലയിലേക്കുള്ളവർ അങ്ങോട്ടും അഗസ്ത്യമല കയറാനുള്ളവർ അവിടേക്കുമായി യാത്ര ആരംഭിച്ചു. ഇന്നലത്തേതുപോലെയുള്ള ടെറൈൻ അല്ല ഇന്ന്.
ഇന്ന് 6 കിലോമീറ്റർ മുകളിലേക്കും 6 കിലോമീറ്റർ താഴേക്കുമാണ് ട്രക്ക് ചെയ്യാനുള്ളത്. ഈ 6 കിലോമീറ്റർ മുഴുവൻ കയറ്റമാണ്. രണ്ട് കിലോമീറ്റർ മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ നടന്നാൽ പിന്നെ തുറസായ ഒരു മലമുകളിലെത്തും. ഇവിടെ നിന്നാൽ അതിരുമല ക്യാമ്പ് കാണാം. മറ്റൊരു ഭാഗത്ത് വെയിലിനിടയിലും കോടമഞ്ഞ് മലമുകളിലേക്ക് അടിച്ചു കയറുന്നു. ഇവിടെ പലയിടത്തും കുത്തനെയുള്ള മലഞ്ചെരിവുകളിൽ അള്ളിപ്പിടിച്ച് വളരുന്ന ഒരിനം കവുങ്ങുണ്ട്. കാന്തക്കവുങ്ങ് എന്നാണ് ഇതറിയുന്നത്. 90 ഡിഗ്രിയുള്ള മലഞ്ചെരിവുകളിൽ ഒരു കാന്തം കൊണ്ട് ഒട്ടിച്ചു വെച്ചതുപോലെ വളരുന്നതുകൊണ്ടായിരിക്കാം ആ പേര് വന്നത്. ഇതിൻ്റെ കൂമ്പാളയിൽ ചോറ് കൊടുത്താൽ കുട്ടികൾക്കുണ്ടാവുന്ന കൊഞ്ഞ് മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. പൊങ്കാലപ്പാറയിലെത്തി. ദൂരെ ആളുകളെ കാണുന്ന ആ ഭാഗത്തു നിന്നാണ് ഞാൻ നടന്നു കയറി വന്നത്. പണ്ടിവിടെ തീർത്ഥയാത്രയായി ആളുകൾ വന്നിരുന്നപ്പോൾ പൊങ്കാല അർപ്പിക്കുമായിരുന്നത്രേ. അഗസ്ത്യമലയിൽ നിന്ന് ഉറവയെടുത്ത് പൊങ്കാലപ്പാറയിലൂടെ ഒഴുകിയിറങ്ങി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ നീർച്ചാലാണ് താമ്രവർണ്ണി നദിയുടെ ഉത്ഭവം. പൊങ്കാലപ്പാറ ഉൾപ്പെടുന്ന ഈ ഭാഗം തമിഴ്നാടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുവശത്തായുള്ള ഈ ഭാഗം തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവാണ്. തമിഴ്നാട്ടിലൂടെ അഗസ്ത്യമലയിലേക്ക് പ്രവേശന മാർഗമില്ല. കേരളത്തിൻ്റെ ഭാഗത്തുകൂടി മാത്രമേ വരാൻ കഴിയൂ. വഴിയിലൊരിടത്ത് ഇങ്ങനെയൊരു നിർമ്മിതി കാണാം. അഗസ്ത്യൻ മരുന്നുരയ്ക്കാൻ കുഴിച്ച ഉരൽക്കുഴിയാണിതെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഈ അടുത്ത കാലത്ത് ആരോ നിർമ്മിച്ചതാണ്. ഇനി കയറ്റം മാത്രമാണ്. ആരംഭിക്കാൻ പോവുകയാണ്. കുറച്ചു ദൂരം ചോലക്കാടിനുള്ളിലൂടെ നടന്ന് കയറിയെത്തുമ്പോൾ ആദ്യത്തെ കയർ കെട്ടിയ സ്ഥലം. ഗൂഗിൾ മാപ്പിൽ എന്ന പോലെ താഴെയുള്ള സ്ഥലങ്ങൾ. അഞ്ച് മലകൾ കൂടിച്ചേരുന്ന ഈ മലയുടെ പേര് പഞ്ചപാണ്ഡവമല എന്നാണത്രേ. വീണ്ടും ചെറുമരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു വനം കൂടി പിന്നിട്ടപ്പോൾ കയറിയിട്ട് അടുത്ത പാറയിലെത്തി. താഴെ വെള്ള വര പോലെ കാണുന്ന ആ വഴിയിലൂടെയാണ് പൊങ്കാലപ്പാറയിൽ നിന്ന് നടന്നു വന്നത്. അവിടെയാണ് ഉരൽ കണ്ടത്. അഗസ്ത്യമലയിൽ അഗസ്ത്യമുനി എത്തിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ശിവപാർവതി പരിണയം കൈലാസത്തിൽ വെച്ച് നടക്കുമ്പോൾ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാൻ ഹിമാലയത്തിലേക്ക് നീങ്ങി. ഇത് ഭൂമിയുടെ ഭാരം അവിടെ കേന്ദ്രീകരിക്കാൻ കാരണമാകുമെന്ന് കണ്ട ശിവൻ അഗസ്ത്യമുനിയോട് ഭൂമിയുടെ തെക്ക് ഭാഗത്തേക്ക് പോകാനും ഭാരം തുലനപ്പെടുത്താനും നിർദ്ദേശിച്ചു.
അഗസ്ത്യമുനി തെക്ക് ഭാഗത്തെ ഏറ്റവും ഉയർന്ന മുനമ്പിലെത്തുകയും അവിടെ തപസ്സിരിക്കുകയും ചെയ്തു അത്രേ. ഇതിലെ ലോജിക്ക് തേടിയെന്നും ആരും പോവേണ്ട. ഐതിഹ്യത്തെ ഐതിഹ്യമായി കണ്ട് അതിലെ കഥയെ ആസ്വദിച്ചാൽ മതി. യഥാർത്ഥത്തിൽ അഗസ്ത്യമല ധാരാളം ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വളരെയധികം ജൈവ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഒരു ഇലയെടുത്ത് ചവച്ച് തിന്നാൽ മണിക്കൂറുകളോളം വിശപ്പും ദാഹവും അറിയാതെ നടക്കാൻ കഴിയുന്ന ഊർജം പ്രദാനം ചെയ്യുന്നു. ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആരോഗ്യപ്പച്ച ഈ മേഖലയിൽ ധാരാളം കണ്ടുവരുന്നു. വിവിധ വിഭാഗത്തിലുള്ള ഓർക്കിഡ് സസ്യങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് സസ്യശാസ്ത്ര ഗവേഷകരുടെ ഒരു ഇഷ്ട സ്ഥലമാണ് അഗസ്ത്യമല നിരകൾ. 2014 ഏപ്രിലിൽ അത്തരത്തിൽ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ ഡോക്ടർ ഭൂപതി സുബ്രഹ്മണ്യൻ എന്ന ഗവേഷകൻ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ട ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. മലയിറങ്ങുന്നതിനിടയിൽ കാല് തെറ്റി കമിഴ്ന്നടിച്ച് അദ്ദേഹം വീണത് വെട്ടി നിർത്തിയ ഒരു ഈറ്റക്കമ്പിന് മുകളിലേക്കായിരുന്നു. കണ്ണിലൂടെ തുളച്ചു കയറിയ ആ ഈറ്റക്കമ്പ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ മഞ്ചൽ കെട്ടി ചുമന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഇത്രയും ദൂരം നടന്നു വന്ന് അതുപോലെ തിരിച്ചു പോകാനുള്ള ഊർജം ബാക്കി വെച്ച് അപകടമില്ലാതെ ട്രക്കിംഗ് നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആശുപത്രിയിലെത്താൻ മണിക്കൂറുകൾ എടുക്കും. ഒടുവിൽ നാം എത്തി ഈ ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. ഒടുവിൽ നാം എത്തി ഈ ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ. കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജ്വരമാണ്ടൊരുടലിന്നു ശാന്തി ചൈതന്യം. ഒടുവിൽ ആ ഗിരിമകുടത്തിന് മുകളിലെത്തി അഗസ്ത്യനെ വണങ്ങി. ഇന്നിവിടെ ആദ്യമെത്തിയത് ഞാനാണ്. എനിക്ക് പിന്നാലെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റാണ്. ഭാഗ്യത്തിന് ഇന്നധികം മഞ്ഞില്ല. താമ്രവർണി നദിയിൽ അണകെട്ടിയുണ്ടാക്കിയ കാരയാർ ഡാമാണ് ദൂരെ കാണുന്നത്. പണ്ട് അഗസ്ത്യന്റെ ഈ വിഗ്രഹത്തിൽ പൂജയും അഭിഷേകവും ഒക്കെ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു അധികവും. പിന്നീട് കോടതി ഇത് നിരോധിച്ചു. അഗസ്ത്യ വിഗ്രഹത്തിന് പിറകിലെ മുനമ്പിലേക്ക് നടന്നു. ഇവിടെ എത്തിയാൽ അഗസ്ത്യമലയുടെ പടിഞ്ഞാറ് ഭാഗത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ ബേസ് ക്യാമ്പാണ് ആ കാണുന്നത്. അതിരുമല ബേസ് ക്യാമ്പ്. അതിരുമല ബേസ് ക്യാമ്പാണ് ആ കാണുന്ന നീല നിറം. അതിനടുത്തുള്ള പുൽമേട്ടിൽ ഇന്നലെ കുളിക്കാൻ പോയ അരുവിയിലേക്കുള്ള വഴി. അതിരുമലയിലേക്ക് ഇന്നലെ പുൽമേട്ടിലൂടെ നടന്നെത്തിയ വഴികളും ഇവിടെ നിന്ന് കാണാനുണ്ട്. അതിനും പിറകിൽ പേപ്പാറ ഡാമിന്റെ റിസർവോയർ. തെക്ക് ഭാഗത്തായി നെയ്യാർ ഡാമിന്റെ റിസർവോയർ. തമിഴ്നാട്ടിലെ ചിറ്റാർ ഡാമിന്റെ റിസർവോയറുകളും ഇവിടെ നിന്ന് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ വ്യക്തമല്ല. എങ്കിലും ഇന്ന് അന്തരീക്ഷം വളരെ തെളിഞ്ഞാണ് നിൽക്കുന്നത്. മിക്കവാറും സമയത്തും ഈ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാതെ കോടമഞ്ഞ് വന്ന് പുതച്ചു നിൽക്കാറാണ് പതിവ്. മഞ്ഞില്ലെങ്കിലും കാറ്റിനൊരു കുറവുമില്ല. പാറിപ്പോവുമെന്ന് തോന്നുന്ന ശക്തമായ കാറ്റ്.
കുറച്ചു നേരം കൂടി അവിടെ ചിലവഴിച്ച് പതിയെ മലയിറക്കം ആരംഭിച്ചു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ട്രക്കിംഗ് ആയാണ് അഗസ്ത്യർകൂടം ട്രക്കിംഗ് കാണുന്നത്. പക്ഷേ അത് കരുതി ആരും പിന്മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 80 വയസ്സായവർ വരെ ഇവിടേക്ക് കയറി എത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരോഗ്യത്തെക്കാൾ ഉപരി ആത്മവിശ്വാസമാണ് അഗസ്ത്യർകൂടത്തിലേക്കുള്ള ഊർജം. ആരോഗ്യമുള്ള സമയത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ കയറിയെത്തിയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കും. ഓരോ വർഷവും കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കുള്ള വഴി പൂർണ്ണമായും അടയുന്നതിന് മുമ്പ് ഇങ്ങനെയും ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടെന്ന് കാണാൻ, ആസ്വദിക്കാൻ എല്ലാവരും തയ്യാറാവുക. തിരികെ അതിരുമല ക്യാമ്പിലേക്ക് തന്നെ എത്തി. ഇനി ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പുതിയ കാഴ്ചകളില്ല. കഴിഞ്ഞ ദിവസത്തേതുപോലെ അരുവിയിൽ ഒരു കുളിയും കഴിഞ്ഞ് കുറച്ചു നേരം അഗസ്ത്യനെയും നോക്കിയിരുന്ന് കഞ്ഞിയും കുടിച്ച് സുഖമായി ഉറങ്ങി നാളെ രാവിലെ വന്ന വഴിയെ മടങ്ങും. വീണ്ടും മറ്റൊരു യാത്രയുമായി കാണും വരേക്കും ബൈ. അച്ചുതണ്ടിൻ അന്തരാളത്തിലെ പരാശബ്ദം തിരക്കുന്ന പ്രാണഗന്ധങ്ങളിൽ ബ്രഹ്മാണ്ടമൂറും മൊഴിക്കുടത്തിനുള്ളിലെവിടെയോ തപമാനകത്തിൻ